കാസർഗോഡ് യുവതിയെ ആസിഡ് കഴിച്ച് ജീവനൊടുക്കിയ സംഭവത്തിൽ ഭർത്താവ് അറസ്റ്റിൽ. ചെങ്കള പാണലം സ്വദേശി ആദിലാണ് അറസ്റ്റിലായത്. ആത്മഹത്യാ പ്രേരണാ കുറ്റത്തിനും ഗാർഹിക പീഡനം, സ്ത്രീധനം ആവശ്യപ്പെടൽ തുടങ്ങിയ കുറ്റങ്ങൾക്കുമാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആദിലിനെ കോടതി റിമാൻഡ് ചെയ്തു. ആദിലിന്റെ അമ്മയ്ക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. KV ബൈജു വിവരങ്ങളുമായി ചേരും. ബൈജു, എന്താണ് സംഭവിച്ചത്? പോലീസ് നൽകുന്ന വിവരം എന്താണ്? ഇത്തരത്തിലൊരു സംഗതിയിലേക്ക്, ഈ ഒരു ആത്മഹത്യയിലേക്കും മറ്റും എത്തിച്ച ഒരു സാഹചര്യം എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു? രഞ്ജിത്തെ, ഇന്നലെ രാവിലെയോടുകൂടിയാണ് ചെർലടക്ക സ്വദേശിയായ ഫാത്തിമത്ത് സുഫൈദ എന്ന ഭർത്തൃമതി ഭർത്താവിന്റെയും അവരുടെ വീട്ടുകാരുടെയും മുന്നിൽ വെച്ച് ഇത്തരത്തിൽ ആസിഡ് കഴിച്ച് മരണപ്പെടുന്ന സാഹചര്യമുണ്ടായത്. ഈ കേസിലാണ് ഇപ്പോൾ പ്രധാനമായും ഈ ഭർത്താവിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഭർത്താവ് ആദിലിനെ പോലീസ് ഇന്നലെ തന്നെ കസ്റ്റഡിയിലെടുത്തിരുന്നു. രാത്രിയോടുകൂടിയാണ് ഇവരെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. അതിൽ വളരെ പ്രധാനപ്പെട്ട വകുപ്പാണ് ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത്. അതായത് ഭാരതീയ ന്യായ സംഹിതയിലെ 108 പ്രകാരം ആത്മഹത്യാ പ്രേരണ കുറ്റം, ഇതോടൊപ്പം BNS തന്നെ 85 പ്രകാരം ഗാർഹിക പീഡനം, സ്ത്രീധനം ആവശ്യപ്പെടൽ എന്നീ കുറ്റങ്ങളും ചുമത്തിയിട്ടുണ്ട്. എന്തായാലും അതായത് ഒരു വർഷം ഇന്നേക്ക് തികയും മുൻപാണ് ഈ യുവതി ഇത്തരത്തിൽ വീട്ടുകാരുടെ ഒക്കെ മുന്നിൽ വെച്ച് ഇങ്ങനെ ഒരു ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. നിരന്തരമായി സ്വർണം മറ്റും ആവശ്യപ്പെട്ട് ഈ യുവതിക്ക് നേരെ വലിയ തോതിൽ പീഡനം അനുഭവിക്കേണ്ടി വന്നു എന്നാണ് മൊഴി ഉണ്ടായിരുന്നത്. അതായത് ഈ കുടുംബം അത്തരത്തിലുള്ള പരാതി നൽകിയിരുന്നു. പിന്നീട് പോലീസ് നടത്തിയ വിശദമായ അന്വേഷണത്തിലാണ് ഇങ്ങനെ ഒരു ഇതിൽ സ്ഥിരീകരണം ഉണ്ടാകുന്നത്. അതോടുകൂടിയാണ് ഈ ഭർത്താവിനെ കസ്റ്റഡിയിലെടുക്കുന്നതും അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. ഇതോടൊപ്പം ഈ മാതാവിനെതിരെയും ഇതേ വകുപ്പ് 108ഉം 85ഉം 2 വകുപ്പ് പ്രകാരം കേസെടുത്തിട്ടുണ്ട്. ഇവരുടെ അറസ്റ്റും ഇന്നുണ്ടായേക്കും. എന്തായാലും 2 മാസം പ്രായമുള്ള കുഞ്ഞ് ഇവർക്കുണ്ട്. ഈ കുഞ്ഞിനെ തരിച്ചാക്കിയാണ് ഇപ്പോൾ ഭർത്താവും അറസ്റ്റായിരിക്കുന്നു. അമ്മയും ഇത്തരത്തിൽ ജീവനൊടുക്കുന്ന സാഹചര്യം ഉണ്ടായി. എന്തായാലും പോലീസ് ഇതിൽ കൂടുതൽ അന്വേഷണം നടത്തുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ വിദ്യാനഗർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ചെങ്കള പാണലം ആണ് ഈ ഒരു ഇവരുടെ ഭർത്താവിന്റെ വീട്. അവിടെ നിന്നാണ് ഇങ്ങനെ നിരന്തരം ഈ പെൺകുട്ടിക്ക് പീഡനം ഏൽക്കേണ്ടി വന്നത്. 24 വയസ്സ് പ്രായമാണ് ഫാത്തിമത്ത് സുബൈദയ്ക്ക് ഉണ്ടായിരുന്നത്. ഈ വീട്ടുകാർ കഴിഞ്ഞ ദിവസം ഇവരെ ഇത്തരത്തിൽ പ്രശ്നം അറിഞ്ഞ് വീട്ടിൽ നിന്നും കൂട്ടിക്കൊണ്ടുപോകാൻ വന്ന സമയത്തായിരുന്നു ഈ പെൺകുട്ടി ഇത്തരത്തിൽ ഇവരുടെ എല്ലാം മുന്നിൽ വെച്ച് ഇങ്ങനെ ആസിഡ് കഴിക്കുന്ന സാഹചര്യം ഉണ്ടായത്. പിന്നീട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. വലിയ തോതിൽ പ്രതിഷേധമൊക്കെ ഇന്നലെ ഉയർന്ന സാഹചര്യമുണ്ടായി. ഇതിന് ഒടുവിലാണ് ഇപ്പോൾ ഭർത്താവ് അറസ്റ്റിലായിരിക്കുന്നത്. ഇതിനോടൊപ്പം മാതാവിനെ അറസ്റ്റ് ചെയ്യാനുള്ള നടപടികൾ പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം മറ്റ് ആരൊക്കെയെങ്കിലും ഇവർക്ക് എതിരെ ഇത്തരത്തിൽ സ്വർണം ആവശ്യപ്പെട്ടോ മറ്റോ പീഡനം നടത്തിയിട്ടുണ്ടെന്ന കാര്യത്തിലും പോലീസ് വിശദമായ അന്വേഷണം നടത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് ജസീല എന്ന ഒരു യുവതി ഇതേ സമാനമായ രീതിയിൽ നിരന്തര പീഡനം സഹിക്കവയ്യാതെ ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. അതിന് തൊട്ടു പിന്നാലെയാണ് വിദ്യാനഗർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ തന്നെ വീണ്ടും ഒരു സംഭവം ഇത്തരത്തിലുണ്ടായത്. ഏതായാലും ദുഃഖകരമായ ഒരു സംഭവം തന്നെയായിരുന്നു അത്. കാരണം ഇന്നേക്ക് 1ാം വാർഷികമാണ്, വിവാഹ വാർഷികമാണ്. അതിന് തലേ ദിവസമാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. അതോടൊപ്പം 2 മാസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞ് ഇവർക്കുണ്ട് എന്നതാണ് ഇതിൽ ഏറ്റവും ദുഃഖകരം. എന്തായാലും ഇതിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടായേക്കാം. ഈ മാതാവിന്റെ അറസ്റ്റ് ഇന്ന് ഉണ്ടായേക്കുമെന്നാണ് പോലീസ് നൽകുന്ന സൂചന. രഞ്ജിത്ത്, തീർച്ചയായും അതീവ ദുഃഖകരമായ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നു. ഭർത്താവിൻ്റെ അമ്മയും ഈ വിഷയത്തിൽ, ഭർത്താവ് അറസ്റ്റിലായി, അമ്മയ്ക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. ആത്മഹത്യാ പ്രേരണാ കുറ്റം, ഗാർഹിക പീഡനം, സ്ത്രീധനം ആവശ്യപ്പെടൽ തുടങ്ങിയ ഗുരുതരമായ കുറ്റങ്ങൾ ഈ ആദിൽ എന്ന ഭർത്താവിനെതിരെ ചുമത്തിയിട്ടുണ്ട്. അമ്മയ്ക്കെതിരെയും കേസെടുത്ത് പോലീസ് നിയമ നടപടിയുമായി മുന്നോട്ട് പോകുന്നു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.